എല്ലാവർക്കും നമസ്കാരം. 2026 ചിത്തിര നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് നോക്കുന്നത്. ആഡംബര വസ്തുക്കളിലൊക്കെ പൊതുവെ പ്രിയരാണ് ചിത്തിര നക്ഷത്രക്കാർ. എല്ലാവരോടും നന്നായി പെരുമാറാൻ അറിയുന്ന ഒരു വ്യക്തികളാണ് ചിത്തിര നക്ഷത്രക്കാർ. എന്നാൽ ചില സമയങ്ങളിൽ അവർ രോഷത്തോടു കൂടി സംസാരിക്കാനും മടിക്കില്ല. സ്വന്തം വാക്സാമർത്ഥ്യമൊക്കെ മൂലം മറ്റുള്ളവരുടെയൊക്കെ ആദരവ് പിടിച്ചു പറ്റാൻ ഈ നക്ഷത്രക്കാർക്ക് എളുപ്പം കഴിയുന്നതുമാണ്. ഈ നാളുകാരിൽ ചിലർ തൻ്റെ സ്വന്തം കാര്യം നേടാൻ എന്ത് മാർഗവും സ്വീകരിക്കുന്ന വ്യക്തികളായിട്ടാണ് കണ്ടുവരുന്നത്. സ്വന്തം ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് കാര്യങ്ങളൊക്കെ നീക്കാൻ കഴിവുള്ളവരാണ് ഈ നാളുകാർ. ചിലപ്പോൾ അവർ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം ചിലപ്പോൾ സ്വീകരിക്കണം എന്നും ഇല്ല. ഇവർ പൊതുവെ ദാനശീലരാണ് ചിത്തിര നക്ഷത്രക്കാർ. അതുപോലെ പൊങ്ങച്ചം പറയുകയും ചെയ്യും. യാതൊരു മറ്റുള്ളവരോട് അധികം വഴക്കിനോ ഒന്നും പോകാതെ സ്വന്തം കാര്യം നോക്കുന്നതിൽ മിടുക്കരാണ് ചിത്തിര നക്ഷത്രക്കാർ. അധ്വാനിച്ചൊക്കെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൽ ഇവരെ പോലുള്ള സാമർഥ്യം മറ്റ് നക്ഷത്രക്കാർക്ക് വളരെ കുറവാണ്. ഇവരുമായി ഇണങ്ങിപ്പോകാൻ നന്നേ പ്രയാസമായത് കാരണം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ പൊട്ടലും ചീറ്റുകളും ഒക്കെ ഉണ്ടായേക്കാം. കടുത്ത ഒരു വെല്ലുവിളിയോടുകൂടിയായിരിക്കും ഈ നാളുകാർ ഒരു ജീവിതകാലത്തിൽ സഞ്ചരിക്കുന്നത്. അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ ഈ നാളുകാരെ വിധേയരാകാറുമുണ്ട്. പിതാവിൽ നിന്നുള്ള ഗുണം പൊതുവെ കുറവായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. സ്വന്തം ഭവനത്തിൽ കഴിയുവാനുള്ള ഒരു യോഗം ഈ നാളുകാർക്ക് പൊതുവെ കുറവായിരിക്കും. ഇതൊക്കെയാണ് ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഫലങ്ങൾ. 2026 ചിത്തിര നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം ഒരിക്കലും നഷ്ടപ്പെടാതെയൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങൾക്കൊക്കെ തൊഴിലിൽ നേട്ടമൊക്കെ ഉള്ള ഒരു സമയമാണ്. പിടിവാശി ഒഴിവാക്കണം. പിടിവാശി മൂലം പല വിഷമതകളും ചിലപ്പോൾ നേരിടേണ്ടതായി വന്നേക്കാം. ബന്ധുജനങ്ങളുമായിട്ടൊക്കെ അകന്നു കഴിയേണ്ട സാഹചര്യവും ചിലപ്പോൾ ഉണ്ടായേക്കാം. സഹപ്രവർത്തകരുമായിട്ടൊക്കെ ജോലി സ്ഥലത്ത് സഹകരിച്ചു പോകാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അഹങ്കാരമൊക്കെ ഒഴിവാക്കേണ്ട സമയം കൂടിയാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ജനുവരി ഫെബ്രുവരി മാസത്തിൽ വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളെ ഒഴിവാക്കുക. വ്യവഹാര വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. ക്രയവിക്രയങ്ങളിലും നേട്ടമുണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഈ ജനുവരി ഫെബ്രുവരി മാസം ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. മാർച്ച് ഏപ്രിൽ മാസം ജോലിയൊക്കെ നഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ജോലിയുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായേക്കാവുന്ന സമയം കൂടിയാണ്. കുടുംബ ബന്ധത്തിലുണ്ടായിരുന്ന അകൽച്ചയൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ അനുകൂലമായ വിധിയൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ കർഷകർക്ക് കാർഷിക രംഗത്തൊക്കെ ഉള്ളവർക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നത് പോലും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടാനും ഇടയുണ്ട്. കൂട്ടുചേർന്നുള്ള ബിസിനസ് ഒരു കാരണവശാലും മാർച്ച് ഏപ്രിൽ മാസത്തിൽ ചെയ്യരുത്. വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ കഷ്ടപ്പാടുകളൊക്കെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ സഹിക്കേണ്ടതായി വരാം. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല രമ്യതയിൽ പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വസ്തു സംബന്ധമായിട്ടൊക്കെയുള്ള എന്തെങ്കിലും ഇടപാടൊക്കെ നടത്താനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ചെറിയ കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. കുടുംബത്ത് മംഗളകർമ്മത്തിനുള്ള ഒരു യോഗം മാർച്ച് ഏപ്രിൽ മാസത്തിൽ കാണുന്നുണ്ട്. ജലയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. നിങ്ങളെ സഹായിച്ചിട്ടുള്ളവർ പോലും ചിലപ്പോൾ നിങ്ങളെ അത്യാവശ്യ ഘട്ടത്തിൽ പിന്തിരിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായേക്കാവുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് വളരെയധികം ഗുണകരമായ സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. മെയ് ജൂൺ മാസം ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങളുടെ മുൻകോപം അല്പം നിയന്ത്രിക്കണം. ഒരു കാരണവശാലും നടക്കുകയില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നിഷ്പ്രയാസം
നേടിയെടുക്കുന്നതിന് സാധിക്കുന്നതാണ്. കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു പരിധി വരെയൊക്കെ മോചനം ഉണ്ടാകുന്നതാണ്. ഓഹരി ഇടപാടുകളിൽ ഒരു കാരണവശാലും മെയ് ജൂൺ മാസത്തിൽ പോകരുത്, നഷ്ടം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പുതിയ വീടൊക്കെ പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അനുകൂലമായ സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും എതിർപ്പുകളൊക്കെ ഉണ്ടായാൽ അതിനെയൊക്കെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനൊക്കെ ഈ മെയ് ജൂൺ മാസം നിങ്ങൾക്ക് കഴിയുന്നതാണ്. കലാകാരന്മാർക്കും അനുകൂലമായ ഒരു സമയമാണ്. പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ മത്സര പരീക്ഷകളിൽ അവർ ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു വിജയമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മെയ് ജൂൺ മാസം. ആലോചന കൂടാതെയുള്ള പ്രവൃത്തികൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപവാദത്തിനൊക്കെ ഇടവരുത്തുന്ന ഒരു സമയം കൂടിയാണ് എന്നറിയുക. നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഈ സമയത്ത് അയവ് വരുന്നതാണ്. ജൂലൈ ആഗസ്റ്റ് മാസം സന്താനങ്ങൾക്കൊക്കെ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വിവേചന ബുദ്ധിയോടെയൊക്കെ പ്രവർത്തിക്കുന്നത് സർവകാര്യ വിജയത്തിനൊക്കെ വഴിയൊരുക്കുന്നതാണ്. യാതൊരു കാരണവശാലും ഷെയറായിട്ടുള്ള ഒരു ബിസിനസ്സിൽ ജൂലൈ ആഗസ്റ്റ് മാസം ഏർപ്പെടരുത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഈശ്വരചിന്തയൊക്കെ കൂടുന്നതാണ്. അതുപോലെ ദാമ്പത്യ ജീവിതവും വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. വിദേശയാത്രയ്ക്കൊക്കെ യോഗമുണ്ട്. എന്ത് കാര്യത്തിലും ഒരു നല്ലൊരു രീതിയിലുള്ള വിജയമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഒരു വീഴ്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. വാഹന ലാഭം ഉണ്ടാകുന്നതാണ്. ഉന്നതരുടെയൊക്കെ സഹായ വാഗ്ദാനം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ സുഹൃത്തുക്കൾക്ക് അരുതാത്ത വാഗ്ദാനമൊന്നും നൽകരുത്. കാരണം അത് കാലക്രമേണ സുഹൃത്തുക്കളുമായി ഒരു പിണക്കത്തിനുള്ള ഒരു അവസരം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. മാതാവിൽ നിന്നുള്ള ഗുണമൊക്കെ ഒരു കൂടുന്ന സമയമാണ്. കുടുംബ ബന്ധങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. സെപ്റ്റംബർ ഒക്ടോബർ മാസം ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ നിറവേറ്റുന്നതിന് കാലം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ പെട്ടെന്നുള്ള കോപം ചിലപ്പോൾ പല അനിഷ്ടങ്ങൾക്കും വഴിവെച്ചേക്കാം. കുടുംബത്തിൽ നിന്ന് ജോലി സംബന്ധമായോ മറ്റുള്ള കാരണത്താലോ ഒക്കെ ചിലപ്പോൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ പണം ചെലവഴിക്കുന്ന സമയം തന്നെയാണ്. സന്താനങ്ങൾക്ക് കീർത്തിയും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്. ശാരീരികവും മാനസികവുമായുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അവർക്കൊരു മംഗല്യഭാഗ്യം കാണുന്നുണ്ട്. വരവ് ചെലവ് കണക്കുകളൊക്കെ പൊരുത്തപ്പെട്ടു കൊണ്ടുപോകാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വരുന്നതാണ്. ചിലവിൻ്റെ കാര്യത്തിൽ വളരെയധികം നല്ല ശ്രദ്ധ വേണ്ട മാസമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ഏതെങ്കിലും രംഗത്ത് നിന്നുള്ള അപവാദങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. അതിൽ നിന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി തലവെച്ച് കൊടുക്കരുത്. വാഹനം ഉപയോഗിക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. നിങ്ങളുടെ കടുംപിടുത്തം അല്പം കുറയ്ക്കേണ്ട സമയമാണ്. ഈ കടുംപിടുത്തം ചിലപ്പോൾ പല കുഴപ്പങ്ങൾക്കും കാരണമായേക്കാം. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സംസാരവും പെരുമാറ്റവും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും കടബാധ്യതകളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെയൊക്കെ വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടെന്ന് നനച്ചിരിക്കാതെ പണം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം നവംബർ ഡിസംബർ മാസത്തിൽ ഉണ്ടായേക്കാം. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അനുകൂല വിധിയൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷയൊക്കെ നേടുന്നതാണ്. ബന്ധുക്കളുടെയൊക്കെ അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലുള്ള സമയമാണ്. മറ്റുള്ളവരെ ഒരു കാരണവശാലും ഈ സമയത്ത് അന്ധമായിട്ട് വിശ്വസിക്കരുത്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലം തന്നെയാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജോലിക്കായിട്ടുള്ള ശുഭവാർത്തയൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കർമ്മരംഗത്ത് നേടാൻ സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഈ നവംബർ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നത്. കുടുംബത്ത് ആഹ്ലാദകരമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ ജോലിയിൽ മുന്നേറ്റമൊക്കെ മൂലം ധനസ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ ലഭിക്കുന്നതാണ്. ലളിതാ സഹസ്രനാമം ദിവസേന ചൊല്ലുന്നത്
നിങ്ങൾക്ക് സമ്പദ് സമൃദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യത്തിനും ഒക്കെ ഇടവരുത്തുന്നതാണ്. ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലുക, പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക, ധർമ്മശാസ്താവിന് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്താൽ 2026 നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ സമയം തന്നെ ആയിരിക്കും എന്ന് പറയാം. 2026 നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ, എല്ലാം കൊണ്ടും സർവ്വ ഐശ്വര്യപ്രദമായ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.